കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചെന്തുവാന്നുള്ള ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ കേട്ടില്ലയോ? ആരും മറുപടി പറയാതെ. അത് തന്നെ ഞാൻ പ്രസംഗിച്ചേ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? അതായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കാൻ എടുത്ത വിഷയം. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 28-31 വാക്യങ്ങൾ. നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? അപ്പം എന്ന് പറഞ്ഞ അർത്ഥം എൻ്റെ ഇതൊക്കെ നിങ്ങൾ എപ്പോഴേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, ഇല്ലേ? ഇതൊക്കെ നിങ്ങൾ എപ്പോഴേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്കത് അറിയുന്നില്ല നിങ്ങൾ. അതുകൊണ്ട് പ്രവാചകനിലൂടെ ദൈവം ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ഇനി ഇതിൻ്റെ പശ്ചാത്തലം നോക്കാം നമുക്ക്. ഈ വാക്യം വന്നേക്കുന്ന പശ്ചാത്തലം എന്നാന്ന് അതിൻ്റെ ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ വായിച്ചാൽ ഈ പറയുന്ന വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസ് കൊണ്ടും തൂക്കുകയും ചെയ്യുന്നവനാർ. യഹോവയുടെ മനസ്സ് ആരാഞ്ഞ് അറിഞ്ഞവനാർ. അവന് മന്ത്രിയായിരുന്ന് അവനെ ഗ്രഹിപ്പിച്ചവനാർ. അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാതകളെ ദൈവത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നവനാർ. അവൻ്റെ പരിജ്ഞാനം പഠിച്ചും വിവേകത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന ചോദിക്കുന്നത്? ഇതാ ജാതികൾ തൊട്ടിയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരി പോലെ എടുത്ത് പൊക്കുന്നു. ലെബാനോൻ വിറകിനും പോരാ, അതിൻ്റെ മൃഗങ്ങൾ ഹോമയാഗത്തിനും മതിയാകുന്നില്ല. സകല ജാതികളും അവന് ഏതുമില്ലാത്തതുപോലെയും ഇരിക്കുന്നു. അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു. ഇങ്ങനെയുള്ള ഈ ദൈവത്തെ നിങ്ങൾ ആരോടാ ഉപമിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് ജാതികളായിരിക്കുന്നവർ ദൈവത്തെ എങ്ങനെ ഉപമിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. അതെന്താ പറയുന്നത്? ഈ ദൈവത്തെ നിങ്ങൾ ആരോട് ഉപമിക്കും? ഇങ്ങനെയുള്ള ദൈവത്തെ. എങ്ങനെയുള്ള ദൈവത്തെ? 12-ാം വാക്യത്തിൽ പറഞ്ഞു, തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ മുഴുവനും എന്തു ചെയ്യുന്നു? അളന്നെടുക്കുന്നു. തൻ്റെ ചാൺ കൊണ്ട് ആകാശത്തിൻ്റെ പരിമാണത്തെ അളക്കുന്നു. ഭൂമിയുടെ പൊടി മുഴുവനും ഒരു നാഴിയിൽ കൊള്ളിക്കുന്ന ഇങ്ങനെയുള്ള ദൈവത്തെ, അല്ലെങ്കിൽ ഇത്രയും പ്രഭാവാനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, വേറെ പുസ്തകം ഭാഷ അങ്ങനെയുള്ള ദൈവത്തിന് വേറെ പുസ്തകം കൊടുക്കുന്ന ഒറ്റ പേര് അത്യുന്നതനായ ദൈവത്തെ മനുഷ്യൻ എന്തോ ചെയ്തിരിക്കുന്നു? അതിൻ്റെ 18-ാം വാക്യം. ഈ ദൈവത്തെ നിങ്ങൾ ആരോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശമാക്കും? മൂശാരി വിഗ്രഹം വാർക്കുന്നു, തട്ടാൻ പൊന്നുകൊണ്ട് അതിനെ പൊതിയുന്നു, അതിനൊരു വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. കാരണം ആരും അടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ചങ്ങലിട്ട് ദൈവത്തെ പൂട്ടി വെച്ചിട്ടുണ്ട്, അല്ലേ? ഉണ്ട്. പൊന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രതിമ സൃഷ്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങല കൊണ്ട് ആ ദൈവത്തെ എന്ത് ചെയ്യണം? പൂട്ടിയിടണം. അതിനാ ചങ്ങല വാർത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊന്നുകൊണ്ടൊരു ദൈവത്തെ ഉണ്ടാക്കാൻ വകയില്ലാത്തവൻ, അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവൻ എന്ത് ചെയ്യുന്നു? ദ്രവിച്ചു പോകാത്ത ഒരു മരക്കണ്ടം തിരഞ്ഞെടുത്ത്, എന്ന് പറഞ്ഞാൽ ഏതാ? വല്ല തേക്കോ ഈട്ടിയോ വല്ലോ ഒക്കെ. ദ്രവിച്ചു പോകാത്ത ചില മരക്കണ്ടങ്ങളത്, അല്ലെങ്കിൽ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കണ്ടം തിരഞ്ഞെടുത്ത്, അങ്ങനെ വല്ലതും വീട്ടിലുണ്ടെങ്കിൽ നോക്കിക്കോണം, തിരഞ്ഞെടുത്ത് ഇളകാത്തൊരു വിഗ്രഹം കൊത്തി ഉണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അവൻ അന്വേഷിക്കുന്നു. അങ്ങനെ അവനൊരുത്തിനെ കിട്ടി. എന്നിട്ട് ചോദിക്കുക, അല്ല ഞാൻ ചോദിക്കുക, നിങ്ങൾക്കറിയില്ലയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? അപ്പം അങ്ങനത്തെ
ദൈവങ്ങൾ നിലകൊള്ളുന്ന ഒരു സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഒരു ദേശത്ത് താമസിക്കുന്ന ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനോട് ദൈവം ചോദിക്കുക, നിങ്ങൾക്ക് അറിയില്ലയോ നിങ്ങളുടെ ദൈവം ആരാന്ന്? ശരി, അവർക്ക് അറിയത്തില്ല സത്യദൈവം ആരാണെന്ന്, ജീവനുള്ള ദൈവം ആരാണെന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തിരിക്കുന്നു? പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും ഒരു ദൈവത്തെ ഉണ്ടാക്കി അത് കള്ളനടിച്ച് മാറ്റാതിരിക്കാൻ വേണ്ടി ചങ്ങലയിട്ട ദൈവത്തെ എന്ത് ചെയ്തിരിക്കുന്നു? പൂട്ടി വെച്ചിരിക്കുന്നു. അതിന് വകയില്ലാത്തവൻ നല്ലൊരു ദ്രവിച്ചു പോകാത്തൊരു മരക്കട്ട അല്ലെങ്കിൽ ഒരു മഴക്കഷ്ണം എടുത്ത് അതിനകത്തൊരു ദൈവത്തെ കൊത്തി ഉണ്ടാക്കിയിട്ട് അതിനെ നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങൾക്കറിയത്തില്ലയോ നിങ്ങളുടെ ദൈവം ആരാന്ന്? അപ്പം അതാ ജാതികളുടെ ദൈവം ആരാണെന്ന് സങ്കീർത്തനക്കാരൻ അതിനെ കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞേക്കുന്നത്. കണ്ണുണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. അങ്ങനെയുള്ള ദൈവങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ, ഒരു ദേശത്ത് ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ജനത്തോട് ദൈവം ഇപ്പം ചോദിക്കുക, നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ ദൈവം ആരാന്ന്? എന്നിട്ട് പറയുന്നു, ആ ദൈവം ആരാന്നാ ഇവിടെ പറഞ്ഞത്? താഴോട്ട് നമുക്ക് വായിക്കാം. 28 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, നീ കേട്ടിട്ടില്ലയോ, നിനക്കറിഞ്ഞുകൂടെ, നിന്റെ ദൈവമായ യഹോവ നിത്യദൈവം, എൽ ഒലാം, ഇറ്റേണൽ ഗോഡ്, നിത്യദൈവം. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നമ്മുടെ ദൈവത്തിന് മറ്റ് ദൈവങ്ങളെപ്പോലല്ല, അവൻ നിത്യദൈവമാണ്. വേറെ പുസ്തകം വേറൊരു ഭാഷ, തലമുറ തലമുറയായുള്ള ദൈവം. ഞാൻ അതിനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഒന്നവൻ നിത്യദൈവം, 2 ഹി ഈസ് ദ ക്രിയേറ്റർ. നാം അധിവസിക്കുന്ന ഈ ഭൂമിയുടെ സൃഷ്ടാവ് ദൈവമാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ഒരു വലിയ മഹാവിസ്ഫോടനത്താൽ ഈ പ്രപഞ്ചം മുഴുവനും ഉളവായെന്ന. എന്നിട്ട് അതിനകത്ത് എവിടെങ്ങാണ്ടൊരു ജീവൻ്റെ കണിക ഉണ്ടായിരുന്നത്രേ. ജീവനില്ലാത്ത ഒന്നിൽ നിന്നും എന്ത് ചെയ്യത്തില്ല, ജീവനുള്ള ഒന്ന് വരത്തില്ലെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. പോട്ടെ, തർക്കത്തിന് വേണ്ടി അങ്ങ് സമ്മതിച്ചു കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഏകകോശ ജീവിയിൽ നിന്ന് എന്ത് ചെയ്തു? ബഹുകോശ ജീവിയായിട്ട് മാറി. എന്നിട്ട് തവളയായി, പിന്നെ അങ്ങനെ അല്ലേ വളർന്ന് അവസാനം കുരങ്ങായി. നമുക്ക് ആരെങ്കിലും മൊത്തം നിന്നെ കണ്ടിട്ടൊരു കുരങ്ങൻ്റെ കൂട്ടിരിക്കുന്നില്ലെന്ന് പറഞ്ഞ വിവരം അറിയും. അപ്പൻ്റെ അതേ മുഖച്ചായാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ആ പാർട്ടി തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്യാനാ? അങ്ങനെ എന്തിനെത്ര ചൂടാവുന്ന എന്തിനാ? വേണ്ട, പഠിപ്പിച്ച ടീച്ചറോട് ടീച്ചറെ ശരിയാ, ഞങ്ങൾ 100% യോജിക്കുന്നു. ടീച്ചർ കുരങ്ങിൽ നിന്ന് ഒന്നാണെന്നല്ലേ ടീച്ചർക്ക് വിവരം അറിയാം. അന്നേരം ഗെറ്റ് ഔട്ട് അടിക്കും ക്ലാസ്സിൽ നിന്ന്. എന്തിനാ ടീച്ചർ എന്നെ പഠിപ്പിച്ചതല്ലേ ഇത്? 1-2 ചോദ്യം. ഈ കുരങ്ങൻ എങ്ങനെയാണ് സംസാരിക്കാൻ പഠിച്ചത്? ഇന്നത്തെ കാലത്ത് ഒരു കുരങ്ങനും സംസാരിക്കുന്നത് കേട്ടില്ല. എവിടുന്ന് കുരങ്ങനെ ഞാൻ ഇതിനെ നിഷേധിക്കാനായിട്ട് 100 തെളിവ് തരാം നിങ്ങൾക്ക്, പരിണാമവാദത്തെ നിഷേധിക്കാനായിട്ട്. ഈ 100 നുണ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഒരു നുണ വിശ്വസിക്കുന്നത്. അവർ നുണയാന്ന് പറയുന്ന ഈ ഒരു നുണ, ഏത്? ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്ന അത് നുണയാന്ന് അവർ പറയുന്നത്. 100 നുണ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഈ ഒരു നുണ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാ കുരങ്ങും കൂടെ ഒരു ദിവസം അങ്ങ് മനുഷ്യനായോ? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആ ബാക്കി എല്ലാറ്റിൻ്റെയും ഇത് നടന്നപ്പോൾ, എവല്യൂഷൻ നടന്നപ്പോൾ അത് എന്ത് ചെയ്തു? നിന്നുപോയി എന്നാണ് പറയുന്നത്. ഇനി അതിനെ കാണത്തില്ലെന്നാണ് പറയുന്നത്. ഏതാ പരിണാമ സിദ്ധാന്തത്തിൽ പഠിപ്പിക്കുന്നത്? അതെന്ത് ചെയ്തു? ആ സ്പീഷീസ് എന്ത് ചെയ്തു? തീർന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? മറ്റൊരു സ്പീഷീസായിട്ട്, മറ്റൊരു ജീവിയായിട്ട് അത് എന്ത് ചെയ്തെന്നറിയാമോ? മാറിക്കഴിഞ്ഞ് രൂപാന്തരം. അപ്പോൾ പിന്നെ ഇവിടെ കുരങ്ങുണ്ടല്ലോ. അങ്ങനെയാണ് പിന്നെ ആ ജീവി നിൽക്കണ്ടേ. അപ്പോൾ ടീച്ചർ പറയുമ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങ് പഠിപ്പിച്ചാൽ മതി, മാർക്ക് വേണമെങ്കിൽ പറഞ്ഞങ്ങ് എഴുതിയാൽ മതി പറയും. ഈയിടെ നമ്മുടെ സഭയിൽ ഒരു കൊച്ചിന് ക്ലാസ്സിലൊരു ചോദ്യം ചോദിച്ചതിനെ പിടിച്ച് പുറത്താക്കി ടീച്ചർ. ന്യായമായൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരുടെ പരിണാമ സിദ്ധാന്തം തന്നെ പറയുന്നത് അറിയാമോ? ആ സ്പീഷീസ് അങ്ങനെ അതോടുകൂടെ എന്ത് ചെയ്തു? അസ്തമിച്ചു.
അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കുരങ്ങൻ കാണാൻ പാടില്ലല്ലോ. എത്ര ജാതി കുരങ്ങന്മാരാണ് ഇപ്പോഴുള്ള ആൾക്കുരങ്ങ്, എന്തെല്ലാം പേരുണ്ട്. അപ്പം ഈ ഒരു ഡസൻറ്റ് മേക്ക് എനി സെൻസ്, യാതൊരു സെൻസ് ഇല്ലാത്തതാ. അതാ ചോദിക്കുന്നത്, നിനക്കറിഞ്ഞുകൂടായോ അവർ ഗാഡ് ഈസ് എ ക്രിയേറ്റർ ഗാഡ്. നമ്മുടെ ദൈവം സൃഷ്ടിതാവാ. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിടുക. എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുന്നു, അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ഒന്ന്, അവൻ നിത്യദൈവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തലമുറ തലമുറയായി നമ്മുടെ സങ്കേതമായിരിക്കുന്നവൻ. അത് വെളിപ്പെടുത്താനാണ് ദൈവം പറഞ്ഞത്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. ഞാൻ തലമുറ തലമുറയായ ദൈവം, ഞാൻ നിത്യനായ ദൈവം. 2, ഞാൻ സൃഷ്ടാവായ ദൈവം. അതുകൊണ്ടാണ് ഇന്നും നമുക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹീ വിൽ ക്രിയേറ്റ് ഫോർ അസ്. അവൻ നമുക്ക് വേണ്ടി സൃഷ്ടി നടത്തുന്ന ദൈവമാണ്. എന്തായിക്കൊള്ളട്ടെ, ഹീ വിൽ ക്രിയേറ്റ് ഇറ്റ് ഫോർ യു. അവൻ നിനക്ക് വേണ്ടി സൃഷ്ടി നടത്തുന്ന ദൈവമാണ്. 3 പറയുന്നു, അവൻ പിന്നെ അവൻ ക്ഷീണിക്കാത്ത ദൈവമാണ്. He doesn't faint. അവൻ ക്ഷീണിച്ചു പോകാത്ത ദൈവം. മറ്റ് പല ദൈവങ്ങളും അങ്ങനല്ല. ഞാനതും കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അവർക്ക് പള്ളി ഉറക്കമുണ്ട്, പള്ളി ഉണർത്തലുണ്ട്. പക്ഷെ നമ്മുടെ ദൈവം എന്താ പറഞ്ഞതിന്, തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് എപ്പം വേണമെങ്കിലും നിനക്ക് കൃപാസനത്തിന് അടുക്കിലേക്ക് വരാം. എപ്പോൾ വേണേലും 24/7 നമ്മുടെ ദൈവത്തിന് ഇത് ഓപ്പൺ ചെയ്ത് കിടക്കുക. 24/7 ഏത് സമയത്തും. എനിക്ക് ചിലപ്പോൾ ഒരു അഭിപ്രായം കൊടുത്ത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചില രാത്രിയും കൂടെ തുടങ്ങിയാൽ കുറേ അത്രയും കൂടെ പേർക്ക് ദർശനം കിട്ടിയേനെ, അത്രയും കൂടെ വരുമാനം ഉണ്ടായേനെ. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ അടച്ചു കളിയാവുക. നമ്മുടെ ദൈവം അങ്ങനത്തെ ദൈവം അല്ലെന്ന് ഏത് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഒന്ന് വിളിച്ച് നോക്കവനെ, മറുപടി അറിയില്ല എന്നറിയാം. ഞാൻ പുലർച്ചെ 1 മണിക്ക് വിളിച്ചിട്ടുണ്ട്, 2 മണിക്ക് വിളിച്ചിട്ടുണ്ട്, 3 മണിക്ക് വിളിച്ചിട്ടുണ്ട്, 4 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും പരിധിക്ക് പുറത്താകുന്നൊരു ആൻസർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമല്ലാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏത് സമയം വേണമെങ്കിൽ വിളിച്ച് നോക്കിക്കേ, ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കേ. അവൻ ക്ഷീണിച്ചു പോകാത്ത ദൈവമാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് വരാം. അടുത്തത്, അവൻ തളർന്നു പോകുന്നില്ല. ക്ഷീണം വല്ലാതെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, തളർച്ച. ക്ഷീണിക്കാത്തവനും പിന്നെ തളർച്ചയെ ഉണ്ടാവത്തില്ല, ഇല്ലേ? അവൻ തളർന്നു പോകുന്നില്ല. അപ്പോൾ അത് മറ്റേതിനോടുകൂടെ ചേർന്ന് പോകുന്നുണ്ട്. അതും വിടുക, അടുത്തതിലോട്ട് വരിക. പിന്നെ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ അവൻ തളർന്നു പോകുന്നില്ല. അവൻ്റെ ബുദ്ധി, തമ്പുരാൻ്റെ ബുദ്ധി. നമ്മൾ ചിലരുടെ ബുദ്ധി കണ്ടിട്ട് പറയാറുണ്ട് അവൻ്റെ ബുദ്ധി അപ്രമേയം. അവനെയും കൂടെ സൃഷ്ടിച്ചെങ്കിലോ അവൻ്റെ ബുദ്ധി എത്ര അപ്രമേയമായിരിക്കും. ദൈവത്തിൻ്റെ ബുദ്ധിയുടെ അപ്രമേയത്വത്തെക്കുറിച്ച് അറിയണമെങ്കിൽ മറ്റേ പുല്ലൊന്ന് നോക്കി വെച്ചാൽ മതി. ആൻറ്റിയുടെ ചേടത്തിയുടെ സിസ്റ്ററിൻ്റെ മകള് PhD എടുത്തിരിക്കുന്നത് കടുകിലാണ്, കടുകുമണിയിൽ PhD എടുത്തേക്കുന്നത്. PhD എഴുതാൻ കടുകുമണിയൊക്കെ വലിയ അക്ഷരം വേണം. അപ്പോൾ തമ്പുരാൻ്റെ ആ ചെറിയ സൃഷ്ടിയെ, അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് വോളിയം കണക്കിന് എഴുതി വച്ചേക്കുന്നത്. ആ ഒരു ചെറിയ ഒരു സൃഷ്ടിയെക്കുറിച്ച് മനുഷ്യന് പഠിക്കാൻ വർഷങ്ങളോളം എടുത്തെങ്കിൽ, എൻ്റെ പോയിന്റോട്ട് ഞാൻ കൊണ്ടുവരാം. ആ ഒരു ചെറിയ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കാൻ ഈ പത്രത്തിൽ കിടക്കുന്ന കണ്ടു, നമ്മുടെ ഈ അതിരപ്പള്ളി സൈഡിൽ 7 തരം പുതിയ പൂമ്പാറ്റയും കൂടെ കണ്ടുപിടിച്ചെന്ന്. ഇതവിടെ എന്നേ ഉണ്ടായിരുന്നു, ഇവൻ്റെ കണ്ണിൽ ഇപ്പം പെട്ടെന്നേ ഉള്ളൂ. 7 തരം പുതിയ പൂമ്പാറ്റ. അതിരപ്പള്ളി വെള്ളച്ചാട്ടിൽ 4 തരം പുതിയ മത്സ്യങ്ങളെ കണ്ടുപിടിച്ചെന്നത്രേ. ഇതെന്നേ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ തമ്പുരാൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നീ മനസ്സിലാക്കാൻ ഇത്രയും വർഷം എടുത്തെങ്കിൽ അവൻ്റെ ബുദ്ധി അപ്രമേയമാണ്. വേണ്ട, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളൊന്നും എടുത്ത് നോക്കിക്കേ, അത് എത്ര കറക്റ്റായിട്ടാണ് മൂക്ക് ആ സ്ഥാനത്ത്. ഇതൊന്ന് മോളിൽ കൊണ്ടുവച്ചാൽ നിങ്ങളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. വേണ്ട, ഇതൊന്ന് തിരിഞ്ഞായിരുന്നെന്ന് വെച്ചാലോ, മഴ പെയ്താൽ പോലും ഒരു തുള്ളി വെള്ളം അകത്ത് പോകാതെ വണ്ണം ഈ മൂക്കിന് ഈ ഷേപ്പ് ഇട്ടിട്ട്, അല്ലേ? അവൻ്റെ ആരിത് പറഞ്ഞു. നമ്മൾ തന്നെ ചിലതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്നത് നല്ലതല്ല, തിരിച്ചിടാറുണ്ട്, അല്ലേ?
വീട്ടിൽ എത്ര പ്രാവശ്യം ഡൈനിങ് സെറ്റും അല്ലേ, റിസപ്ഷൻ റൂമിലെ ആ സെറ്റ് എത്ര പ്രാവശ്യം മാറ്റിയിട്ട് നമ്മൾ. തമ്പുരാൻ ഇതുവരെ തോന്നി ഇവൻ്റെ മൂക്കൊന്ന് തിരിച്ചു വെച്ചേക്കാന്ന്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ഒരു കണ്ണ് ഈ വിരലിൽ കിട്ടിയായിരുന്നെങ്കിൽ എത്ര ഉപകാരമായിരുന്നു നമ്മൾ. ഒരു കണ്ണ് ഇവിടെ ഒന്ന് എനിക്ക് കാണണമെങ്കിൽ ഇങ്ങനെ ഇത് കാണിച്ചാൽ പോരെ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാനൊരു ഒറ്റ കണ്ണായിരുന്നു, എൻ്റെ കണ്ണ്. അവൻ്റെ സൃഷ്ടി എത്ര ഹൗ ഗ്രേറ്റ് ആൻഡ് ഓസം. ഇതൊക്കെ ചിന്തിക്കത്തക്കവണ്ണം, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇല്ലേ, ഒരു മൈന്യൂട്ട് കാര്യം പോലും ദൈവം തമ്പുരാൻ ചിന്തിച്ചിട്ടാ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വച്ചേക്കുന്നേ അല്ലേ. ചിലതൊക്കെ 2 എണ്ണം തന്നിട്ടുണ്ട് തമ്പുരാൻ നമുക്ക് ഇല്ലേ. കിഡ്നി 2 എണ്ണം തന്നു. ഞാൻ പലപ്പോഴും ചോദിച്ചു, കർത്താവ് 1 എണ്ണം പോരായിരുന്നു, നാവൊക്കെ 1 അല്ലേ തന്നുള്ളൂ. കർത്താവ് പറയും 1 എണ്ണം കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇരിക്കപ്പുറത്തില്ല, ഇനിയിപ്പോൾ അതിന് 2 എണ്ണം കൊടുത്തായിരുന്നെങ്കിലോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു 2 നാവ് നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്നുള്ള സ്ഥിതി. അപ്പോൾ ദൈവം എത്ര ഇൻട്രിൻസിക്കായിട്ട് എന്ന് പറഞ്ഞാൽ എത്ര വളരെ മൈന്യൂട്ടായിട്ട് നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ച് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, നമ്മുടെ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻ ഒരു ആർട്ടിഫിഷ്യൽ മെഷീനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ എത്ര സ്ഥലം വേണമെന്നറിയാമോ. നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഡ്യൂട്ടി ചെയ്യുന്ന ആ ഫങ്ഷൻ, ആ ജോലി നമുക്കൊരു മിഷനെ ഏൽപ്പിക്കണമെങ്കിൽ അതിനെത്ര സ്ഥലം വേണമെന്നറിയാമോ. ഈ എല്ലാ മെഷീനും കൂടെ വെക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മിഷൻ ആസ്പത്രിയിൽ ഇത്രയും വലിയൊരു ഹോള് വേണമല്ല. അപ്പം പിന്നെ നമ്മുടെ രൂപം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതെല്ലാം തമ്പുരാൻ കാച്ചി കുറുക്കി ഏറ്റവും വേണ്ടെന്നേ. നമ്മുടെ നെർവ് സിസ്റ്റത്തിൻ്റെ നീളം എത്രയാണെന്നറിയാമോ. രക്തധമനികളുടെ നമ്മുടെ രക്തം ഓടുന്ന കുഴലുകൾ ഒന്ന് നീട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര മൈലുകളുണ്ടെന്നറിയാമോ ഇതിനകത്ത്. ഇതിനെല്ലാം കൂടെ തമ്പുരാൻ ചുരുട്ടി ഇങ്ങനെയൊക്കെ ആക്കി ഇതിനകത്ത് വെച്ചിരിക്കുക. അവൻ്റെ ബുദ്ധി അപ്രമേയം. പക്ഷേ മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢനത് ഗ്രഹിക്കുന്നതുമില്ല. അവൻ്റെ ബുദ്ധി, ദൈവത്തിൻ്റെ ബുദ്ധി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴോ മനുഷ്യ ശരീരത്തിൽ ഓരോ അവയവങ്ങളുടെ ഫങ്ഷൻ എന്നാണെന്നും അതിൻ്റെ പ്രവൃത്തി, ദൈവം നമ്മുടെ തൊലിയെ സൃഷ്ടിച്ചെങ്കിൽ എത്ര അതിശയകരമായിട്ടാണെന്നറിയാമോ. ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കിക്കേ. അവനെപ്പോലെ ബുദ്ധിമാനാരുണ്ട്, അവനെപ്പോൾ ശ്രേഷ്ഠനാരുണ്ട്. അവനാണോ നമ്മൾ ആലോചന പറഞ്ഞു കൊടുക്കാൻ പോകുന്നേ? നിനക്കറിഞ്ഞൂടായോ? ഡോണ്ട് യു നോ? നിനക്കറിയത്തില്ലേ നിന്റെ ദൈവം എത്ര ബുദ്ധിമാനാന്ന്? അറിയത്തില്ലെങ്കിൽ നീ നിന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഇടയ്ക്ക് അത് വായിക്കുന്നത് നല്ലതാ. മനുഷ്യ ശരീരത്തെക്കുറിച്ച് നീ ഒന്ന് വായിക്കുന്നത് നല്ലതാ. അതിന് പറ്റിയൊരു നല്ല പുസ്തകം എടുത്ത്, മലയാളത്തിലൂടെ നല്ല പുസ്തകം എടുത്ത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് നീ ഒന്ന് പഠിച്ചു നോക്കിക്കേ. നീ അറിയാതെ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഒരിക്കൽ ഇവിടെ ഒരിക്കൽ പെന്തിക്കോസുകാരനെ, അയാൾ എപ്പോഴും സ്തോത്ര ഹല്ലേലൂയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് തോന്നി ഇവന് വട്ടാന്ന്. അപ്പോൾ ഇവനെ പിടിച്ചൊരു മാനസിക ഡോക്ടറെ കാണിക്കാനായിട്ട് അവിടെ കൊണ്ടിരുത്തി. അപ്പോൾ അപ്പം അകത്ത് ഒത്തിരി പേരുണ്ട്, ഇവനെ അവിടെ ഇരുത്തിയിരിക്കുക. അപ്പോൾ ഇവൻ ചുമ്മാ ഇരിക്കാതെ അവിടെ ഇരുന്നപ്പോൾ ഒരു ബാലരമ പോലത്തെ ഒരു പുസ്തകം അവിടെ കിടക്കുന്നത് അടുത്ത് വായിക്കാൻ തുടങ്ങി. അത് വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഇവൻ സ്തോത്രം പറഞ്ഞു, അറിയാതൊരു ഹല്ലേലൂയ പറഞ്ഞു വരാ. അപ്പോൾ ഇത് വട്ടാന്നുള്ളതിന് ബാലരമ വായിച്ച ഹല്ലേലൂയ പറയുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ബാലരമ വായിച്ചാലും വിവരമുള്ള ആത്മീയൻ ഹല്ലേലൂയ പറയും. ഇവൻ വായിച്ചു വന്നപ്പോൾ ശാന്തസമുദ്രത്തിൻ്റെ ആഴം എത്ര ആണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എത്രയോ മൈലുകൾ. അപ്പോൾ ഇവൻ സ്തോത്രം, എൻ്റെ ദൈവമേ നീ എൻ്റെ പാപത്തെ മുഴുവൻ കെട്ടി എറിഞ്ഞത് അത്രയ്ക്ക് ആഴത്തിലാണല്ലോ എന്നോർത്ത് അവൻ സ്തോത്രം പറഞ്ഞേ. മനസ്സിലായില്ല എന്തുവന്ന്? ബാലരമ വായിച്ചാലും ആത്മീയന് സ്തോത്രം, ഇനി ബാലരമ വാങ്ങിക്കാൻ പോകാനല്ല ഞാൻ പറഞ്ഞേ, വായിച്ചാലും ആത്മീയന് സ്തോത്രം പറയാൻ ചിലതുണ്ട്. അപ്പോൾ ഇവനിത് പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഇതാണ് ഇവൻ്റെ അസുഖം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പെന്തിക്കോസുകാരായിരുന്നു, അത് ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, ഇതിന് മരുന്നില്ലാത്ത രോഗമാണ്, ഇവനെ അങ്ങ് വെറുതെ വിട്ടേച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ടേ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവം നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന സങ്കീർത്തനക്കാരൻ നീ എന്നെ അത്ഭുതവും ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുക. എൻ്റെ കർത്താവേ, എനിക്കിന്നും മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒത്തിരി ഡോക്ടർമാരോട് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് എൻ്റെ ഈ വിരല കുത്തിപ്പഴുത്തെന്ന് പറഞ്ഞാൽ മനസ്സിലായത് നിങ്ങൾക്ക് പഴുത്തെന്ന് വിചാരിച്ചാൽ ഞാൻ കഴിക്കുന്ന മരുന്ന്
എങ്ങനെ ഇവിടെ തന്നെ ചെന്നത് സൗഖ്യമാക്കിയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എൻ്റെ ശരീരം മുഴുവൻ ആ മരുന്ന് വ്യാപരിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാക്റ്റായിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ മുറിവ് ഉണങ്ങി. എനിക്കറിയില്ല എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ കഴിക്കുന്ന ആഹാരം കുറച്ച് മുടിയായിട്ട് വരുന്നു, കുറച്ച് നഖമായിട്ട് വരുന്നു, കുറച്ച് പല്ലായിട്ട് പോകുന്നു, കുറച്ച് എൻ്റെ ശരീരത്തിൻ്റെ ത്വക്കായിട്ട് വരുന്നു, കുറച്ച് എങ്ങനെയാ ഇത് എവിടെ വെച്ചാ ഇതിൻ്റെ ഇത്രയും ഭാഗം മുടിയായിട്ട് പോകേണ്ട ചോറാ, ഇത്രയും ഭാഗം എല്ലായിട്ട് പോകേണ്ടതാ, ഇത്രയും ഭാഗം പല്ലായിട്ട് പോകേണ്ടതാ, ഇത്രയും ഭാഗം നഖമായി, എനിക്കറിയത്തില്ലത്. അവിടെ ഞാൻ പിന്നെ അവസാനം ഒരു വാക്യം കണ്ടുപിടിച്ചു, നിനക്ക് ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പോണ്ട, ആലോചിച്ച് ഇടപെട്ടിട്ട് എന്ത് ചെയ്യുക, വട്ടുപിടിക്കാൻ പോണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങ് സ്തോത്രം ചെയ്ത് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെയാണ് കർത്താവ് ഇങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചാൽ, അതുകൊണ്ടല്ലേ ഇത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കറുത്ത പശു പച്ച പുല്ല് നിന്നിട്ട് വെളുത്ത പാലെങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. എൻ്റെ കൊച്ചുനാളിൽ എന്നോട് ചോദിച്ചിട്ടുള്ള ആളുകളെ, എങ്ങനെയാടാ കറുത്ത പശു പച്ച പുല്ല് തിന്നുന്നു വെളുത്ത പാല് വരുന്നു? അറിയില്ല, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ദാറ്റ്സ് ഹൗ ഗോഡ് ക്രിയേറ്റഡ്. അതവിടെ പറഞ്ഞേ, എന്ത് പറഞ്ഞേ, അവൻ ആലോചനയിൽ. അപ്പം എന്തോ വേണം, നിനക്ക് ഏതെങ്കിലും വിഷയത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എന്തു ചെയ്യേ, അങ്ങോട്ട് ചെല്ല്. ആലോചനയിൽ വലിയവനായവൻ നിനക്ക് ആലോചന പറഞ്ഞുതരും. ഏത് വിഷയം ആയിക്കൊള്ളട്ടെ, അവൻ ആലോചനയിൽ വലിയവനാ. ഇവിടെ നമ്മൾ വായിച്ചത് എന്നാണെന്നറിയാമോ, അവൻ്റെ ബുദ്ധി അപ്രമേയം. അപ്രമേയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ, ബിയോണ്ട് മെഷർ, അളക്കാൻ കഴിയുന്നതിനേക്കാൾ ഉപരി. എടാ ചില ആളുകൾ അവൻ്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അവനെക്കുറിച്ച്? തെക്കൻകാർ ഉപയോഗിക്കുന്നു, ഇവിടുത്തെ ആരും കാഞ്ഞ ബുദ്ധിയാണ് അവൻ്റെ ബുദ്ധി എന്ന് പറയില്ലേ. എവിടുന്നാ ഇത്? തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമുക്കും ദൈവം തന്നേക്കുന്നത് അവൻ്റെ അപ്രമേയമായ ബുദ്ധിയുടെ ഒരു ഭാഗമാണ് തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ടുപിടുത്തം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുരങ്ങല്ലെന്ന് വിശ്വസിക്കാനുള്ള കുരങ്ങ് കണ്ടുപിടിച്ചിട്ടൊരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ഒരു കുരങ്ങും ഒരു ഇൻസ്ട്രുമെൻ്റ് കണ്ടുപിടിച്ചതായിട്ട് എൻ്റെ ഇതിൽ ഞാൻ പഠിച്ചിട്ടില്ല. എന്താ കാരണം? അതിനുള്ള ബുദ്ധിയില്ല. കാക്ക എത്ര കൊല്ലം കൊണ്ട് കൂട് വയ്ക്കുന്നു? വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. പിന്നെ ചകിരിയും നാലും ഇപ്പോൾ കിട്ടാതായപ്പോൾ കമ്പിയും സാധനമൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ റേഷൻ എടുത്തുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷേ കാക്ക കൂടിനൊരു രൂപ വ്യത്യാസവും വന്നിട്ടില്ല. നമ്മുടെ വീട് എത്ര മാറിയില്ലേ, നമ്മൾ തന്നെ 2-3 പ്രാവശ്യം തട്ടി പൊളിച്ച് പുതിയ ഫാഷനാക്കിയില്ലേ. എവിടുന്ന? ദ ക്രിയേറ്റീവ്. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന അപ്രമേയമായ തൻ്റെ ജ്ഞാനം മനുഷ്യന് ഉപയോഗിക്കാനായിട്ട്. നിങ്ങൾക്കറിയാമോ, ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്കാണ് ലോകത്തിൽ നടന്ന കണ്ടുപിടുത്തങ്ങളുടെ അത്യുന്നതമായ കണ്ടുപിടുത്തങ്ങൾ നടന്നത് മുഴുവനും. കാരണം ദൈവത്തെ അറിയുന്നൊരു പുതിയ തലമുറ വന്നപ്പോഴാണ്. ഞാനതെല്ലാം പറഞ്ഞു വരുന്ന ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലുമായിരിക്കാൻ അപ്രമേയമായ ജ്ഞാനത്തിൻ്റെ ബുദ്ധിയുടെ ഒരു വലിയ അളവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളൊക്കെ വിചാരിച്ചാൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പലതും ചെയ്യാനും പ്രവർത്തിക്കാനും കണ്ടുപിടിക്കാനും സാധിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ബുദ്ധിയുടെയൊക്കെ ഏതാണ്ട് ചെറിയൊരു ശതമാനമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത്. ഈ ചെറുത് ഉപയോഗിച്ചിട്ട് ഇത്രയും നാശം ചെയ്യുന്നവൻ, അങ്ങനെയാണെങ്കിൽ ഫുള്ളും കൂടെ ഉപയോഗിച്ചായിരുന്നെങ്കിലോ അല്ലേ. നമ്മുടെ ദൈവത്തിൻ്റെ കുറിച്ച് പറയുന്നതന്നെ അവൻ ആലോചനയിൽ വലിയവൻ, അവൻ്റെ ബുദ്ധി അപ്രമേയം. അതുകൊണ്ടാണ് നമുക്ക് ഏത് പ്രശ്നമായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിൻ്റെ അടുക്ക ചെന്ന് അവൻ ഉടനെ ആൻസർ പറഞ്ഞു തരും. ഈ കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിനീയർ വന്ന് എന്നോടൊരു സാക്ഷ്യം പറഞ്ഞു. ഒരു വലിയ കമ്പനി പെട്ടെന്നങ്ങ് സ്റ്റക്കായി. ഒരു വലിയ കമ്പനി, അത് നിർത്തിക്കഴിഞ്ഞാൽ വരുന്ന നഷ്ടം ഭയങ്കരമായിരിക്കും. പക്ഷേ ഇതെങ്ങനെ റൺ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കമ്പനി ടോട്ടൽ ഇതങ്ങ് സ്റ്റക്കായി. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി അറിയാവുന്ന ആകെ 2-3 പേരേ ഉള്ളൂ. അതിലൊരാളെ വിളിക്കാനൊക്കത്തില്ല. കാരണം ഗൾഫ് രാജ്യത്താണ് ഈ കമ്പനി സ്റ്റക്കാകുന്ന, അവനെ വിളിക്കാൻ പറ്റത്തില്ല, ഇവിടെ കയറ്റാനൊക്കത്തില്ല. വേറൊരാളെ വിളിച്ചപ്പോൾ ഭയങ്കര ചാർജ് അവൻ പറയുന്നത്. അവസാനം ഈ പെന്തിക്കോസുകാരനായ ഈ മനുഷ്യൻ്റെ അടുക്ക് ചെന്നെത്തി ഇവരെ ഈ വിഷയത്തിന് ഉത്തരമായിട്ട്. അദ്ദേഹം പറഞ്ഞു വരാം. കമ്പനി വന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം തുകയൊക്കെ പറഞ്ഞ് ആദ്യം എന്ത് ചെയ്തു, എഗ്രി ചെയ്തു. വർക്ക് ചെയ്ത് തരാം, കമ്പനി വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ഫീസ് ഇതാന്ന് പറഞ്ഞു. സമ്മതിച്ചു. കാരണം എത്ര ചോദിച്ചാലും കൊടുത്തേ പറ്റൂ. കാരണം ഇത് വർക്ക് ചെയ്യാതെ കിടന്നാൽ അതിനേക്കാൾ കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത്. ഭീമമായ ഒരു തുക പറഞ്ഞു. അവർ എഗ്രി ചെയ്തു.
ഇദ്ദേഹം കമ്പനി കയറി ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവാത്മ പറഞ്ഞു കമ്പനി അടച്ചിടാൻ പറഞ്ഞു 3 ദിവസത്തേക്ക്. കമ്പനി 3 ദിവസത്തേക്ക് പവർ കട്ടങ്ങ് കവറെല്ലാം അടച്ചത് 3 ദിവസം അടച്ചത് കഴിഞ്ഞു. റീസ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്ത് കമ്പനി വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്തോ കുഴപ്പമൊന്നും ഇപ്പോഴും ആർക്കും അറിയത്തില്ല, എന്തോ സംഭവിച്ചതെന്നും അറിയത്തില്ല. ഇദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അനുസരിച്ച് കിട്ടേണ്ട പൈസ മുഴുവൻ ഇദ്ദേഹം കിട്ടി. എന്താ കാരണം? ആലോചനയിൽ വലിയവനായവൻ, പ്രവൃത്തിയിൽ ഭയങ്കരനായവൻ. നീ അവൻ്റെ അടുക്കൽ ചെന്നില്ലേ, നിൻ്റെ എല്ലാ പ്രശ്നത്തിനും അവൻ പരിഹാരം നൽകി തരും. എല്ലാ വിഷയത്തിനും. അത് നിൻ്റെ പൊളിഞ്ഞു പോകുന്ന കമ്പനി ആയാലും കൊള്ളാം, പൂട്ടാനിട്ടേക്കുന്ന ബിസിനസ് ആയാലും കൊള്ളാം, തകർന്ന കുടുംബജീവിതമായാലും കൊള്ളാം, പഠിക്കാൻ പറ്റാത്ത നിൻ്റെ മന്ദബുദ്ധിയുള്ള എന്തോ ആയിക്കോട്ടെ, ഗോ ടു ഹിസ് പ്രസൻസ്. ഞാനീ പറയുന്ന ആളുകളെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകളാണ്. അവൻ്റെ ആലോചന സഭയിൽ നിന്നാൽ അവൻ ആലോചന നിനക്ക് പറഞ്ഞു തരും. നമ്മുടെ ദൈവം ആരാ? അവൻ ബുദ്ധിയിൽ അപ്രമേയൻ. ആ ബുദ്ധി വൈഭവമുള്ള ദൈവം നിന്റെ പിതാവായി നിന്നോട് കൂടെ ഉള്ളപ്പോഴാ പിന്നെ നീ എന്തിനായി ഭാരപ്പെടുന്നേ? അവൻ്റെ അടുക്ക് കടഞ്ഞല്ലേ, അവിടെ നിനക്ക് ആലോചന പറഞ്ഞു തരും. അടുത്തതിൽ നമുക്ക് നോക്കാം. നിങ്ങൾക്കറിഞ്ഞു, അപ്പം പറഞ്ഞത് എല്ലാത്തിൻ്റെ മുമ്പ് ഇത് വെച്ചോണം. നിങ്ങൾക്കറിഞ്ഞുകൂടായോ നിങ്ങളുടെ ദൈവം നിത്യനായ ദൈവമെന്ന്? നിങ്ങൾക്കറിഞ്ഞുകൂടായോ നിങ്ങളുടെ ദൈവം സൃഷ്ടിതാവായ ദൈവമെന്ന്? നിങ്ങൾക്കറിഞ്ഞുകൂടായോ നിങ്ങളുടെ ദൈവം ക്ഷീണിച്ചു പോകാത്ത ദൈവമാണെന്ന്? ഇല്ലേ, നമ്മളൊക്കെ ചിലപ്പം പറയും, ഓ ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ പറയും അവളെ ഇനി ശല്യം ചെയ്യണം, അവൾ ആകെ ക്ഷീണിച്ച് കിടക്കുകയാണ്. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനല്ല. നിങ്ങൾക്കറിഞ്ഞുകൂടായോ നിങ്ങളുടെ ദൈവം ക്ഷീണിച്ചു പോകാത്ത ദൈവമാണെന്ന്? അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കറിഞ്ഞുകൂടായോ നിങ്ങളുടെ ദൈവം തളർന്നു പോകാത്ത ദൈവമാണെന്ന്? പിന്നെ പറയുന്നു, നിങ്ങൾക്കറിഞ്ഞുകൂടായോ നിങ്ങളുടെ ദൈവം ബുദ്ധിയിൽ അവൻ്റെ ബുദ്ധി അപ്രമേയമാണെന്ന്? അടുത്തത്, ഇനി അത് മാത്രമല്ല, അതാണ് എനിക്ക് അതിനേക്കാൾ വലിയ രസമായത്. ഞാൻ ക്ഷീണിച്ച് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നാ ഗുണമുള്ളേ? ഇല്ലേ, എനിക്ക് പണമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? അതാണ് അടുത്ത വാക്യം പറയുന്നത്. അവൻ ക്ഷീണിച്ചു പോകാത്തവൻ മാത്രമല്ല, അടുത്തെന്ത് പറയുന്നത്? ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി പകരുന്നവനും കൂടാ. അവൻ ക്ഷീണിച്ചു പോകുന്നില്ലെന്ന് മാത്രമല്ല, അവൻ്റെ സ്വഭാവം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി പകരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുക്ക് ചെല്ലുന്നത്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഉണ്ടോ ക്ഷീണിച്ചവൻ? ശരീരത്തിൽ, മനസ്സിൽ, ജീവിതത്തിൽ? അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വേറെ പുസ്തകത്തിന് എടുത്തു തരാം. മതി യഹോവേ മതി. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളൊന്നും അത്ര ശ്രേഷ്ഠനല്ല. മതി. എന്നാ ക്ഷീണിച്ചു പോയി. ചിലരുടെ വാക്ക് കേട്ടിട്ട്, ചിലരുടെ പ്രവൃത്തി കണ്ടിട്ട്, ചിലരുടെ നോട്ടം കണ്ടിട്ട്, ചിലർ നമ്മളെ ഒറ്റപ്പെടുത്തിയത് കണ്ടിട്ട്, ചിലരുടെ ഭീഷണി കേട്ടിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഞാൻ കൊണ്ട് അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരി കാണിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, ഇനി പാസ് പേടിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഇത് സമാധാനമായെന്നറിയാമോ? പുള്ളി നോക്കാതിരിക്കുക ചെയ്തിട്ട്, പക്ഷെ അത് കേട്ടപ്പോൾ പോയ പോലല്ല തിരിച്ചു വന്നേ. പോയത് ഭയന്നിട്ടാ, എങ്ങനെ ആവും, ഇതെവിടെ ചെന്ന് അവസാനിപ്പിക്കും എന്ന് ഭയന്നിട്ടാ പോയത്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഇനി ഞാൻ നോക്കിക്കോളാം, പാസ് ധൈര്യമായിട്ട് പൊക്കോ. ആ ഒറ്റ വാക്ക് മതിയായിരുന്നു എന്നെ ജീവിപ്പിക്കാൻ. ആ ഒറ്റ വാക്ക് മതിയായിരുന്നു എന്നെ ബലപ്പെടുത്താൻ. ആ ഒറ്റ വാക്ക് മതിയായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ട ഊർജം മുഴുവൻ തിരിച്ചെടുക്കാനായിട്ട്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുന്ന ദൈവമാണ്. നീ തളർന്നിരിക്കുന്ന കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുക, ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാകെ ക്ഷീണിച്ച തളർന്ന മനസ്സ് തകർന്ന് അവിടെ കിടക്കുന്നെങ്കിൽ അവിടെ കിടക്കും. നീ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുക, ഒരു നല്ല ഭർത്താവാണെങ്കിൽ, അയ്യേ നീ ഈ വിഷയത്തിനാണോ ഇങ്ങനെ കിടന്ന് ഭാരപ്പെടുന്നത്? നീ ഏറ്റവും അവിടുന്ന് പറയുക മാത്രമല്ല, പൊക്കിയെടുക്കുക അവിടുന്ന്. നീ ഇതിനാണോ ഇങ്ങനെ ക്ഷീണിച്ച് ഇവിടെ കിടക്കുന്നത്? ഇത് പോയാലോ പണിയുണ്ടോ നോക്കാൻ പറയാനോട്. നീ എഴുന്നേക്കുമല്ലോ, ഞാനില്ല നിൻ്റെ കൂടെ.
ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും? ആ കാര്യത്തിൽ എനിക്ക് ആഹാബിൻ്റെ ഭാര്യയെ ഒത്തിരി ഇഷ്ടമാണ്. ഇസബേൽ ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ ആളാകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, ഇല്ലയോ? ഇസബേൽ തന്നെ, ആഹാബിൻ്റെ ഭാര്യ ഇസബേൽ തന്നെ. ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക പുള്ളിക്കാരൻ. നീ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് എന്നെ കണ്ടിരിക്കുന്നു. അതേ, ഞാൻ അവനോട് അവൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടം ആക്കാൻ ചോദിച്ചിട്ട് അവൻ തരത്തില്ലെന്ന് പറഞ്ഞു. ഇതാണോ? ഞാൻ വഴി പറഞ്ഞുതരാം, എനിക്ക് എഴുന്നേക്ക്, ഞാൻ ഐഡിയ പറഞ്ഞുതരാന്ന്. എൻ്റെ ഐഡിയ ക്യാൻ ചേഞ്ച് ദ വേൾഡ്, അങ്ങനല്ലേ പറഞ്ഞേ? ഞാൻ ഐഡിയ പറഞ്ഞുതരാം, അവൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ എടുത്തു തരാം. ഐഡിയ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ പോസിറ്റീവ് സൈഡ് എടുക്കാവൂ, ആർക്കും പാര വയ്ക്കേണ്ട ഐഡിയ പറഞ്ഞു കൊടുക്കരുത്. പക്ഷെ ക്ഷീണിച്ചിരിക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോൾ, ക്ഷീണിച്ചിരിക്കുന്ന ഭാര്യയെ കാണുമ്പോൾ, ക്ഷീണിച്ചിരിക്കുന്ന മക്കളെ കാണുമ്പോൾ, ക്ഷീണിച്ചിരിക്കുന്ന പാസ്റ്ററെ കാണുമ്പോൾ, ക്ഷീണിച്ചിരിക്കുന്ന വിശ്വാസിയെ കാണുമ്പോൾ എനിക്ക് ആവശ്യം അതൊന്ന് 2 ദിവസം അവിടെ ഇരിക്കട്ടെ. കൂട്ടത്തിൽ ഞാനും കൂടെ വേണമെങ്കിൽ 4 വാക്ക് എന്ത് ചെയ്തേക്കാം, പറഞ്ഞു കൊടുത്തേക്കാം. അങ്ങനല്ല എൻ്റെ ദൈവം. നമ്മുടെ സഭയിൽപ്പെട്ട ഒരു അമ്മച്ചി എനിക്കറിയാം, സ്കൂൾ ടീച്ചറാണ്. അപ്പം മത്സരത്തിലെ പുള്ളിക്കാരുടെ കൊച്ചും മത്സരിച്ചു, അതിദയനീയമാവണ്ണം പരാജയപ്പെട്ടു. കുട്ടി വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിൽ. അവൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ നിനക്കൊരു ട്രോഫി വാങ്ങിച്ചു തന്നേക്കാം. ഇവനെയും കൊണ്ട് ചെന്ന് ട്രോഫി വിൽക്കുന്ന കടയിൽ കൊണ്ട് ചെന്ന് നല്ലൊരു ട്രോഫി വാങ്ങിച്ച് ഇവന് കൊടുത്തു. ഇവൻ്റെ സങ്കടമൊക്കെ മാറി. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞേനെ, നീ പഠിക്കാഞ്ഞിട്ടല്ലേ കിട്ടാഞ്ഞ്, നീ ഓടാഞ്ഞിട്ടല്ലേ കിട്ടാഞ്ഞ്, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ കിട്ടാഞ്ഞ്, അടുത്ത പ്രാവശ്യം കൊടുക്കുക. അല്ലല്ല, ആ അമ്മ അങ്ങനല്ല ചെയ്തേ. നമുക്കതിനൊക്കെ വലിയ ട്രോഫി ഞാൻ വാങ്ങിച്ചു തരാം നിനക്ക്. ആ ഒറ്റ വാക്ക് മതിയായിരുന്നു ആ കൊച്ചിനെ അടുത്ത പ്രാവശ്യം ഓടി ജയത്തിലേക്ക് എത്തിക്കാനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രയോ പേരോട് പറഞ്ഞ വാക്ക് അവരെ തളർത്തിക്കളഞ്ഞപ്പോൾ, ക്ഷീണിപ്പിച്ച് കളഞ്ഞപ്പോൾ, ഇനി എനിക്ക് ഈ വിശ്വാസവും വേണ്ട, പെന്തക്കോസും വേണ്ട, ഈ മാർഗവും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ, ചിലരൊക്കെ കൊടുത്ത ഒറ്റ വാക്കല്ലേ, ചിലരൊക്കെ കൊടുത്ത കൈത്താങ്ങലല്ലേ, ചിലരൊക്കെ ഇന്നും ദൈവസ്ഥാനം നിൽക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ചിലരൊക്കെ പറഞ്ഞ വാക്കുകളാ. അതിനിപ്പോൾ എന്നാ മോനെ, അവർക്ക് കിട്ടിയത് ചെറിയ ട്രോഫിയല്ലേ, ഞാൻ നിനക്ക് വലിയ ട്രോഫി വാങ്ങിച്ചു തരാം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുന്ന ദൈവമാ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുന്ന ദൈവമാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതയാത്രയിൽ എത്ര ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു? നമ്മുടെ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ ഒരു സ്പർശനം കൊണ്ട്, നമ്മുടെ ഒരു സാമീപ്യം കൊണ്ട്. സാരമില്ല കുഞ്ഞെ, പോട്ടെ, ഞങ്ങൾക്ക് നിന്റെ കൂടെ ഇല്ലേ, നീ ധൈര്യമായിട്ടിരിക്കുക. ചൂരച്ചെടിയിൽ താണിക്കിടക്കുന്ന ഏലിയാവിന്, ഇതിനാന്നോടെ ഞാൻ നിന്നെ ഇത്രയും കൃപ തന്ന്, ഇത്രയും അഭിഷേകം തന്ന് ഞാൻ നിന്നെ വിളിച്ചത് ഇതിനാണോ എന്നൊക്കെ ചോദിച്ച് നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞവനെ വേണമെങ്കിൽ തളർത്തിയിടാമായിരുന്നു. പക്ഷെ തമ്പുരാൻ അവൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് 1 അല്ല 2 പ്രാവശ്യം. ചിലരൊന്നും ഒറ്റ പ്രാവശ്യം ചെന്നാൽ ചിലപ്പം വന്നെന്ന് വരത്തില്ല, ഒന്നുകൂടെ പോകണം. നമ്മുടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഇനി വന്നാൽ മതി. നോ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കുന്ന ദൈവം. ഈ ഒരാഴ്ച ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ക്ഷീണിച്ച് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ട്, ഒത്തിരി ഉണ്ട് നമ്മുടെ ചുറ്റുപാട്, ഒത്തിരി ഉണ്ട്. എൻ്റെ ഫേസ്ബുക്ക് വാച്ച് ചെയ്തിരിക്കുന്ന ചിലർക്ക് അറിയായിരിക്കും, ഒരു പാസ്റ്റർ അതിനകത്തൊരു കമൻറ്റ് എഴുതിയുണ്ടായിരുന്നു ഈ അടുത്ത ദിവസം. അദ്ദേഹം കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറേ നാളൊക്കെ കൂടെ നിന്നു. 2 കുഞ്ഞുങ്ങളുടെയും കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യ പറഞ്ഞു, ഇത്രയും വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. ദാറ്റ് വാസ് ഓൺലി കംപ്ലൈൻറ്റ്. കാരണം ഇദ്ദേഹം എപ്പോഴും വേദവസം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും വലിയ ആത്മശക്തിയോടെ എത്രയോ ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ പിടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? മക്കളുടെ 2ൻ്റെയും കല്യാണം അതുവരെ മിണ്ടാണ്ടിരുന്നവള് 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് രാവിലെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇത്രയും വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. എനിക്ക് അല്പം മദ്യപിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്കിനി വേണ്ടേ, എനിക്ക് അല്പം പുകവലിക്കുന്ന ഒരു ഭർത്താവിന് വേണം, എനിക്ക് അല്പം ലോകത്തെ ആസ്വദിക്കുന്ന ഒരു ഭർത്താവിന് വേണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടുപോകുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടുപോയി ആ സ്ത്രീ. ഭാര്യ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സൂചനവേലയിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ചില സഭകളിൽ പ്രസ്ഥാനം അദ്ദേഹത്തിന് കൊടുത്ത ലൈസൻസ്, ഓർഡിനേഷൻ എല്ലാം ക്യാൻസലാക്കി അദ്ദേഹത്തിൻ്റെ സഭയിൽ നിന്ന് പുറത്താക്കി. കാരണം ഭാര്യ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വിട്ടുപോയി.
ഡൈവോഴ്സായി കഴിഞ്ഞു. കാരണമൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഡൈവോഴ്സായില്ലേ, പുറത്താക്കി കളഞ്ഞു. ഞാൻ അന്നും ആ അദ്ദേഹവുമായിട്ട് കത്തിടപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അത്ര ശക്തനായ ഒരു ദൈവദാസൻ എനിക്കറിയാം. ഇവിടെ വന്ന് അദ്ദേഹം നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത്ര ശക്തനായ ദൈവദാസൻ. അതിന് നിരപരാധിത്വം, അതിൻ്റെ കറക്റ്റ് പിക്ചർ എനിക്കറിയാം. അവർ രണ്ട്, ഭാര്യ എൻ്റെ സ്നേഹിതയാ, ഇദ്ദേഹം എൻ്റെ സ്നേഹിതനാ. അപ്പോൾ ഞാൻ തന്നെ അവരോട് ചോദിച്ചു, നീ എന്തിനാ കുഞ്ഞെ പോയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഹീ ഈസ് ടു ഹോളി ടു ലിവ് വിത്ത്. എനിക്ക് ഇത്രയും വിശുദ്ധനായ ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് അല്പം ലോകമൊക്കെ വേണം. എനിക്ക് അല്പം ലോക ഇമ്പങ്ങൾ എനിക്ക് വേണം. എനിക്ക് അല്പം ലോകത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ആസ്വദിക്കണം. ഞാൻ ഇത്രയും നാൾ പിടിച്ചെന്നത് എൻ്റെ 2 കുഞ്ഞുങ്ങളെ ഓർത്തേച്ചാ. അവരിപ്പോൾ 2 നിലയിലായല്ലോ. ഇനി എനിക്ക് വിഷയമല്ല. ഞാൻ അവൾ പറയുന്നതിന് എനിക്ക് പൂർണ്ണമായി എനിക്ക് മനസ്സിലായി. അവൾക്ക് ഇഷ്ടപ്രകാരമുള്ള അല്പം ലോകം ആസ്വദിക്കുന്ന, അല്പം ലോകത്തെ കൂടെ ചെയ്യുന്ന ഒരാളെ ആ സ്ത്രീ വിവാഹം കഴിച്ച് ആ സ്ത്രീ മാറി. ഇദ്ദേഹം അനേക വർഷങ്ങൾ സുവിശേഷ വേലയിൽ ഇനി ചെയ്യാനൊക്കത്തില്ല, പാർട്ണർഷിപ്പില്ല. ഇദ്ദേഹം ഒരു കമ്പനിയിൽ പോയി ജോലി എടുത്തു അനേക വർഷങ്ങൾ. ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും എനിക്ക് ഞാനും അദ്ദേഹവുമായിട്ട് കത്തിടപാടുകളുണ്ടാവും. ഒരു ദിവസം ദൈവാത്മാവനോട് പറഞ്ഞു, ഈ ഒരു വാക്യം അദ്ദേഹത്തെ എഴുതാൻ പറഞ്ഞു, ഈ ഒരു ദൂത് അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞു, ഞാൻ പുകയത്ത് വെച്ച ഒരു തുരുത്തി പോലെയാകുന്നു. അങ്ങനൊരു വാക്യമുണ്ട് സങ്കീർത്തനത്തിന്, ഞാൻ പുകയത്ത് വെച്ച ഒരു തുരുത്തി പോലെയാകുന്നു. എന്നെ എല്ലാവരും മറന്നുപോയി. ഞാൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഈ പുകയും ചൂടുമേറ്റ് ഞാൻ പുകയത്ത് വെച്ചൊരു തുരുത്തി പോലെയാകുന്നു. ആ വാക്യത്തെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ആരംഭിച്ചു. ദൈവാത്മാവ് അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി. ഞാനത് മുഴുവനും അദ്ദേഹത്തിന് ഇമെയിലായിട്ട് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു, ബ്രദറിൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ഈ പുകയത്ത് വെച്ച തുരുത്തി തിരിച്ചെടുക്കുന്നൊരു സമയമുണ്ട്. പുകയത്ത് വെക്കാൻ അനുവദിച്ച അത് ആ തുരുത്തികളുടെ കഥ പറഞ്ഞുകളെ അറിയത്തുള്ളൂ. വീഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ തുരുത്തി എന്ത് ചെയ്യുന്നറിയാമോ, പുകയത്ത് കൊണ്ടുവയ്ക്കും. എന്തിനാ? അടുത്ത ഹാർവസ്റ്റ് സീസണിൽ ഇനി ഈ തുരുത്തിയെ തിരിച്ചെടുക്കണം. അതുവരെ ഇതിന് വേറെ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് എന്നാണെന്നറിയാമോ, ഇത് പുകയത്ത് കൊണ്ടുവച്ചിരിക്കും. ഹാർവസ്റ്റ് സീസൺ ആകുമ്പോൾ പുകയത്ത് വെച്ച യജമാനൻ അതിനെ തിരിച്ചെടുക്കും, എടുത്ത് വെള്ളത്തിൽ കൊണ്ടിടും. ആദ്യം അതിനെ വെള്ളത്തിലിട്ട് കുതിർക്കും. കാരണം ആ സ്റ്റിഫ്നെസ് മാറാൻ വേണ്ടി, പുകയത്ത് വെച്ചതിപ്പോൾ ഒരു വടി പോലെ ആയിട്ടുണ്ട്, പൊട്ടും നീ നോക്കിയാൽ അത് മാറാൻ വേണ്ടി ഇതിനെ വെള്ളത്തിലിടും. 2-3 ദിവസം വെള്ളത്തിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിനെ പുറത്തെടുക്കും. അതിൻ്റെ പുറത്ത് ഒലിവെണ്ണ തേക്കും. വീണ്ടും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി തിരിച്ചു വരും. ഇനി അതിനകത്ത് വീഞ്ഞ് നിറയ്ക്കേണ്ട സമയമായി. കാരണം മുന്തിരിക്കൊയ്ത്തിൻ്റെ സമയമായിരിക്കുന്നു. ഇനി ഈ തുരുത്തിക്കകത്ത് ഇതിനെ പുകയത്ത് വെച്ചിരിക്കാൻ ഒക്കത്തില്ല. ഇതിനകത്ത് വീഞ്ഞ് നിറയ്ക്കേണ്ട സമയമായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, ദൈവം ശുശ്രൂഷയ്ക്ക് മടക്കി വിളിക്കുന്ന സമയമായി, മടങ്ങി വരണം. ഇല്ല പാസ്റ്ററെ, എന്നെ ആരും അംഗീകരിക്കത്തില്ല. എൻ്റെ കൂടെ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ പോലും എന്നോട് എന്ത് ചെയ്യത്തില്ല, സംസാരിക്കത്തില്ല. എന്നെ കണ്ട ഏതാ ഒരു മുഖം തിരിച്ച് കാണിക്കുന്ന ഒരു മനുഷ്യൻ പോലും, ഞാൻ സ്നാനപ്പെടുത്തിയ വിശ്വാസികൾ, ഞാൻ കല്യാണം നടത്തി കൊടുത്ത വിശ്വാസികൾ, ഞാൻ രക്ഷയിലേക്ക് കൊണ്ടുവന്ന വിശ്വാസികൾ, ഞാൻ മൂലം ദൈവകൃപയിലേക്ക് വന്ന വിശ്വാസികൾ ആരും എന്നോട് മിണ്ടത്തില്ല. അദ്ദേഹം ആ ദേശം വിട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഈ കത്തിടപാടുകൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, പുകയത്ത് വെച്ചവൻ തുരുത്തി തിരിച്ചെടുക്കേണ്ട സമയമായി. ഇനി മറുതലിക്കരുത്. ദൈവം ആ മനുഷ്യനെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ചൈനക്കാരുടെ ഇടയിലാണ്. അനേകായിരങ്ങളെ സ്നാനപ്പെടുത്തി ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം 2ാമത് വിവാഹം കഴിച്ചത് ചൈനക്കാരിയാണ്. അതിലൂടെ ദൈവം അതിശക്തമായൊരു വാതിൽ അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു. പുകയത്ത് വെച്ച തുരുത്തി മടക്കിയെടുത്തു. അതിനെ കഴുകി വീണ്ടും എണ്ണ അതിനകത്ത് തേച്ച് വീഞ്ഞ് തുരുത്തിയാക്കി വീണ്ടും മാറ്റി. ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ബലം കൊടുക്കുന്ന ദൈവമാണ്. ജീവിതത്തിൽ വന്ന ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ, ജീവിതത്തിൽ നേരിട്ട ഏതെങ്കിലും തകർച്ചയോടുള്ള ബന്ധത്തിൽ നീ ക്ഷീണിച്ചു പോയോ? ഇന്ന് പകൽക്കാലം ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ പിൻപറ്റുന്ന ദൈവം നിന്നെ മാറ്റി നിർത്തുന്നവനല്ല,
അവൻ നിന്നെ തിരിച്ചെടുത്ത് തൻ്റെ വീഞ്ഞ് നിന്റെ മേൽ പകരുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടിങ്ങനെ ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ, ഞാനൊരു വരി ചേർത്ത് പറയാം, പുകയത്ത് വെച്ച തുരുത്തിയെ മടക്കിയെടുക്കുന്നവൻ. നിനക്കറിഞ്ഞുകൂടായോ നിന്റെ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന്? അവൻ ബലഹീനന് ബലം പകരുന്ന ദൈവമാണ്. ഇന്നും ദൈവകൃപയിൽ ഞാൻ നിൽക്കുന്നെങ്കിൽ, ഇന്നും നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷയിൽ ഞാൻ നിൽക്കുന്നെങ്കിൽ, ഞാൻ ക്ഷീണിച്ചു പോകാഞ്ഞിട്ടല്ല, ഞാൻ ബലഹീനനായി തീർന്ന ഒത്തിരി സമയങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. മതിയെന്ന് എനിക്ക് തോന്നിയ നിമിഷങ്ങളുണ്ട്. അവിടെല്ലാം തൻ്റെ ദൂതനെ അയച്ച് എന്നെ ബലപ്പെടുത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഇന്നും ദൈവകൃപയിൽ നിൽക്കുന്നത്. നിനക്കറിഞ്ഞുകൂടായോ? ആ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞത് കൊണ്ടാ. ബലഹീനൻ എവിടെങ്കിലും ഉണ്ടോ? ക്ഷീണിച്ച് കിടക്കുന്നവൻ എവിടെങ്കിലും ഉണ്ടോ? തളർന്നു കിടക്കുന്നവൻ എവിടെങ്കിലും ഉണ്ടോ? ഞാൻ ഓരോ ചൂരച്ചട്ടിയുടെയും തണലിൽ ചെന്ന് നോക്കും, ഏതെങ്കിലും ഏലിയാവുമാർ ഇവിടെ കിടപ്പുണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ ഞാൻ പറയും, വാ വാ, നിനക്ക് ശക്തി പകർന്നു തരാം, ബലം പകർന്നു തരാം, ഞങ്ങൾ കൂടെ കൂട്ടിക്കോളാം. അതെൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അവൻ ബലഹീനനെ തള്ളിക്കളയുന്നവനല്ല, ബലഹീനനെ ചേർന്ന് പിടിക്കാൻ. ആ സ്വഭാവമായിരുന്നു ദാവീദിൻ്റെ. അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് പറഞ്ഞത്, ഹി വാസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. അവൻ എവിടെ ചെന്നാലും ദാവീദിൻ്റെ കൂടെ കൂടിയവരാരാ നോക്കിക്കേ? കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, ഇവരൊക്കെയാണ് ദാവീദിൻ്റെ കൂടെ ഉള്ളത്. അവൻ്റെ കൂടെ കൂടിയാൽ ഇവരുടെ കടം മാറും, അവൻ്റെ കൂടെ കൂടിയാൽ ഇവരുടെ ഞെരുക്കം മാറും, അവൻ്റെ കൂടെ കൂടിയാൽ അവരുടെ അസന്തുഷ്ടി മാറി അവർ സന്തുഷ്ടരായിത്തീരും. എനിക്ക് സന്തോഷിപ്പാൻ ഒത്തിരി വകയുണ്ട്. കഴിഞ്ഞ 45-50 വർഷങ്ങളായി അനേകരെ ചേർത്ത് പിടിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അനേകരെ ചൂരച്ചെടിയുള്ള തണലിൽ നിന്ന് വിളിച്ചുണർത്താൻ ദൈവം സഹായിച്ചത്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അവൻ എന്നെ അതുപോലെ ചേർത്ത് കൊണ്ടുവന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കറിഞ്ഞുകൂടെ നിന്റെ ദൈവം അങ്ങനെയുള്ള ദൈവമാണെന്ന്? നിനക്കറിഞ്ഞൂടെ? ഞാൻ അതുകൊണ്ട് സാധാരണ ആളുകളോട് പറയാറുണ്ട്, ഏത് പാപിക്കും ഇവിടെ കടന്നു വരാം. ആശുപത്രി ആർക്ക് വേണ്ടിയുള്ളതാ? ജിമ്മിന് പോകുന്നവർക്ക് വേണ്ടിയുള്ളതല്ല, ആശുപത്രി രോഗികൾക്ക് വേണ്ടിയാ. ജിമ്മിന് പോകേണ്ടവർക്ക് ജിം ക്ലബ്ബാ, ഇത് രോഗിക്ക് വേണ്ടിയുള്ളതാ. അതുകൊണ്ടാണ് നമ്മളിവിടെ പാടുന്നത്, രോഗിക്ക് വൈദ്യനവൻ. ഇന്ന് പകൽക്കാലം ഈ മാസത്തിന് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ചുറ്റുപാടുമൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ചേർത്തുകൊണ്ട ചില ബലഹീനന്മാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന ചില ബലഹീനരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില ഏലിയാവുമാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില ക്ഷീണിച്ചു പോയവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുറിവേറ്റവരെ അവർ മുറിവ് കെട്ടി കൊണ്ടുവന്ന ചില ജീവിതങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ആരാധനയ്ക്ക് ഞാൻ നിൽക്കുമ്പോൾ, ആരാധന കഴിയുമ്പം പറയണം, പാസ്റ്ററെ ഈ വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയായിട്ട് അവൻ്റെ ബലഹീനത അവനോട് കൂടിയിരിക്കുന്നത്, അവനെ ശക്തീകരിച്ചത്, അവനെ ബലപ്പെടുത്തിയത്, അവന് മേലെ ദൈവകൃപ പകരുവാൻ എനിക്കിടയായി തീർന്നത്. എനിക്ക് സന്തോഷത്തോടു കൂടെ പറയാനായിട്ട് കഴിയും, ദൈവം എനിക്ക് മേൽ പകർന്ന ദൈവത്തിന്റെ കൃപ ഞാൻ വൃഥാവാക്കിയിട്ടില്ലെന്ന. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ദൈവസ്ഥല്ല. നിനക്കറിഞ്ഞുകൂടായോ? അവൻ നിന്നെ മാത്രം ബലപ്പെടുത്തുന്നവനല്ല, അവൻ ആരെയും ബലപ്പെടുത്തുന്നവനാണ്. അവൻ നിന്നെ മാത്രം ശക്തീകരിക്കുന്നവനല്ല, അവൻ ആർക്കും ശക്തി തരുന്നവനാണ്. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ ശ്രേഷ്ഠ ദൈവം ആരെന്നും അറിയുവാൻ നീ നിത്യ ദൈവമായിരിക്കുമ്പോൾ തന്നെ, നീ ഭൂമിയുടെ അതികളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ തന്നെ, നീ ക്ഷീണിക്കാത്തവനും തളർന്നു പോകാത്തവനുമായിരിക്കുമ്പോൾ തന്നെ, നിന്റെ ബുദ്ധി അപ്രമേയമായിരിക്കുമ്പോൾ തന്നെ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നൊരു ദൈവമാണല്ലോ. It is that confidence and that revelation makes us to come to you. ആ അറിവാണ്, ആ പരിജ്ഞാനമാണ് അങ്ങയുടെ അടുക്കിലേക്ക് അടുത്ത് വരുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നത്. അതേ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളായിരിക്കാൽ
ഞങ്ങളും ക്ഷീണിക്കുമ്പോൾ നിന്റെ അടുക്കൽ കടന്നു വരുവാനും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി പകർന്നു കൊടുക്കാനും ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള ആഴ്ചകളിൽ, ദിവസങ്ങളിൽ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ അവർക്ക് ശക്തി പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ വാക്കുകളാൽ, ഞങ്ങളുടെ സ്പർശനത്താൽ, ഞങ്ങളുടെ സാമീപ്യത്താൽ, ഞങ്ങളുടെ സഹകരണത്താൽ അവർ ശക്തി പ്രാപിച്ച് പിന്നെയും അവരുടെ ജീവിതയാത്ര തുടരുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ